സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരോധനം നീട്ടി 5 ദിവസത്തേക്കാണ് നീട്ടിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വൈജി ചേരുകയാണ്. വിനീത, 5 ദിവസത്തേക്കാണ് ഇന്റർനെറ്റ് നിരോധനം മണിപ്പൂരിൽ നീട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ ക്രമസമാധാന പാലനത്തിനായി മറ്റെന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്? ക്രിസ്ത്യൻ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനോടകം തന്നെ മണിപ്പൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ 15 വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 3 ജില്ലകളിൽ. പക്ഷേ അങ്ങനെ നിയന്ത്രണം തുടരുമ്പോഴും പല മേഖലകളിൽ വീണ്ടും ഈ സംഘർഷങ്ങളും ഒപ്പം തന്നെ ആക്രമണങ്ങളും ഒക്കെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 5 ദിവസത്തേക്ക് കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂർ ഈസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, ബിഷ്ണുപൂർ തുടങ്ങിയ ജില്ലകളിലാണ് നിരോധനമുള്ളത്. ഒപ്പം തന്നെ ഈ നേരത്തെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്ന മേഖലകളിലൊക്കെ സമാന രീതിയിലേക്കുള്ള നിയന്ത്രണം തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണിപ്പൂർ മന്ത്രിയുടെ വസതിയിലേക്കടക്കം സ്ഫോടനമുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിന്റെയും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ താഴ്വാര പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഈ ശരി ആക്രമണ സാധ്യത ഉണ്ടായ മേഖലകളിലുമൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകളും നടത്തിവരികയാണ്. ശരി മണിപ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത വൈജി.